പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച. ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ള വലിയൊരു സത്യമാണ് വിനയമെന്ന് പറയുക. ലോകം പലപ്പോഴും വലിയവനാകാൻ, മറ്റുള്ളവരെക്കാൾ ഉയരാൻ, സ്വന്തം കഴിവുകളും നേട്ടങ്ങളും പ്രകടിപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മെ മറ്റൊരു വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്, വിനയത്തിൻ്റെ വഴി. മറിയം ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവൾ സ്വയം മഹത്വപ്പെടുത്തിയില്ല. പകരം അവൾ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പറഞ്ഞു വച്ചു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾക്ക് ലഭിച്ച മഹത്വം സ്വന്തം മഹത്വമായി അവൾ കണ്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ ഞാൻ അല്ലായിരുന്നു, ദൈവമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന്. ദൈവം മറിയത്തിൻ്റെ സമ്പത്തോ പ്രശസ്തിയോ ശക്തിയോ നോക്കിയിട്ടല്ല അവളെ തിരഞ്ഞെടുത്തത്. അവളുടെ എളിമയും വിനയവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് ലോകചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യത്തിലേക്ക് ദൈവം പരിശുദ്ധ അമ്മയെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, വിനയമെന്നത് നമ്മെ നിസ്സാരരായി കാണുന്നതല്ല, ദൈവം നൽകിയ കഴിവുകളെ നിഷേധിക്കുന്നതുമല്ല. നമ്മിലുള്ള എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിനയം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഇന്ന് കത്തോലിക്ക സഭയിലെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആർസിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ ഏറ്റവും വിനയ തുല്യനായി ജീവിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ, അത് കുംസാരക്കൂട്ടിലായിരുന്നാലും പുറത്തായിരുന്നപ്പോഴും എപ്പോഴും ജനങ്ങളോട് വലിയ വിനയത്തോടെയും സ്നേഹത്തോടെയും മാത്രം മുന്നോട്ട് നീങ്ങി. നാം സ്വയം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരെ ചെറുതാക്കുന്നു. എന്നാൽ വിനയമുള്ള മനുഷ്യൻ മറ്റുള്ളവരെ നന്മ കാണുന്നു, അവരെ ആദരിക്കുന്നു, ക്ഷമിക്കുന്നു, സേവിക്കുന്നു. അങ്ങനെയുള്ള ഹൃദയത്തെയാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തിയെന്ന്. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അത് വിനയ ഹൃദയമാണ് നമുക്ക് വേണ്ടത് എന്നാണ്. സ്വയം ഉയർത്താനായിട്ട് പരിശ്രമിക്കാതിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. സകലത്തിൻ്റെയും കർത്താവായ യേശു ഒരു സേവകനായി. അതുകൊണ്ട് യഥാർത്ഥ മഹത്വം അധികാരത്തിലല്ല, സേവനത്തിലാണ്. യഥാർത്ഥ ഉയർച്ച മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലല്ല, അവരെ സ്നേഹത്തോടെ സഹായിക്കുന്നതിലാണ്. അതുകൊണ്ട്
ഇന്ന് ഈ ഓഗസ്റ്റ് 4 നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു വിനയത്തിൻ്റെ മാതൃക എൻ്റെ ജീവിതത്തിലും സൃഷ്ടിക്കുവാനായിട്ട് എനിക്കും ഇടവരുത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് വിനയമുള്ള ഒരു ഹൃദയം നൽകണമേ. എൻ്റെ ജീവിതത്തിലൂടെ നിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ഞാൻ ഉയരുന്നതിനേക്കാൾ നീ മഹത്വപ്പെടട്ടെ. അവസാനമായി പരിശുദ്ധ അമ്മ പറഞ്ഞു വെച്ച വാക്കുകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം 46-ാമത്തെ തിരുവചനം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന്. പരിശുദ്ധ അമ്മേ മാതാവേ, വിനയത്തിൻ്റെ മാതൃകയായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമുക്കും വിനയത്തിൻ്റെ മാതൃക സൃഷ്ടിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.